കാലം കാത്തുവെച്ച നിധിയാണൻ. യൂട്യൂബ് പരിപാടിയൊക്കെ ആവശ്യത്തിന് തെറി കേൾക്കുന്നുണ്ട്. ഇന്ന് അവൻ ബൈക്കോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വണ്ടി ഉണ്ട്. അതിൻ്റെ വീഡിയോ ഷൂട്ടാണ്. അതെ, അടുത്ത തെറി ലോഡിങ്. ആ അവസാനം നീ വന്നു. എങ്ങനെ വണ്ടി? പൊളി പൊളി. അത് നീ മാത്രം തീരുമാനിച്ച പോലല്ലോ. നമ്മൾ ഹോണ്ട ഹൈനസും കൊണ്ട് ഒരു ഷോർട്ട് റൈഡ് കഴിഞ്ഞു. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ബൈക്കിനെ പറ്റി? എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ ഈ ഒരു സെഗ്മെന്റ് ഓഫ് വണ്ടികൾ അത്ര എക്സ്പെർട്ട് അല്ല. ഞാൻ ഒരു വണ്ടിയിൽ എക്സ്പെർട്ട് അല്ല. റോയൽ എൻഫീൽഡിന്റെ 350 ആണ് ഞാൻ ഈ സെഗ്മെന്റിൽ ഓടിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ട്രയംഫ് ബോൺവില്ലല്ലേ? അതെ, പക്ഷെ അതൊന്നും ഇതിലേക്ക് വരുന്ന ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പാരിസൺ പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മളൊരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഡിസൈനിൽ എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ഇറങ്ങി എനിക്ക് ആസ് ഗുഡ് ആസ് ബോണി മേ ബി. ആ ഒരു ഹോണ്ട ഒബ്വിയസ്ലി പഴയ നമ്മുടെ CB 750 ഒക്കെ ആണെങ്കിലും അത് ബ്രിട്ടീഷ് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഡിസൈനിലേക്ക്. അപ്പോൾ ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഡിസൈനാണ് ശരിക്കും വന്നത്. ഡിസൈൻ വെരി ബ്യൂട്ടിഫുൾ എക്സിക്യൂട്ടഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്, ഇപ്പം ഈവൻ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആവാം, ഇൻ്റർസെപ്റ്ററൊക്കെ ആണെങ്കിൽ കൂടെ അവർ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ ബോണിങ്ങിനൊക്കെ കുറച്ചധികം കോപ്പി അടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ശരിയാണ്, ആ സമയത്തുള്ള എല്ലാ മോട്ടോർ സൈക്കിൾസും ഓൾമോസ്റ്റ് ഫ്ലേവർ ആണ്. പക്ഷെ ഇതിന് അതിൻ്റെതായ ഒരു ജാപ്പനീസ് ടച്ച് ഉള്ള പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ബ്യൂട്ടിഫുള്ളി ആണ്. അതായത് ഡിസൈൻ ചില ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാം വന്നിരിക്കുന്നത്. അതെ. ആ റെട്രോ സംഭവം അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ആ റെട്രോ മോഡൽ എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിട്ട് ലിറ്ററലി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മോഡേൺ ഫീച്ചേഴ്സും ആ മോഡേൺ ലുക്സും റെട്രോ ഫീച്ചേഴ്സും ഇത്രയും നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാൻ ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറയുന്നത് സ്പീഡിനാണ്. ട്രാൻസ്പീറ്റ് അവർ ചെയ്തതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് കിട്ടി. ഡിസൈൻ വൈസ് ഇറ്റ്സ് സക്സസ്. അവർ കുറെ കൂടി മോഡേൺ എലമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ ആ ബ്രാക്കറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അത് കാസ്റ്റ് അലോയ് ആണ്. അതെ അത്
കുറെ കൂടെ ഒരു മോഡേൺ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇവരുടെ CB300 വന്നിട്ടില്ല ഇടയ്ക്ക്. CB300 ഇതുപോലെ തന്നെയായിരുന്നു, ഒരു എന്താ പറയുക റെട്രോ മോഡേൺ. ഇതൊരു മോഡേൺ ക്ലാസിക് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് വളരെ ആ ഡിസൈനിൽ ബാങ് ഓൺ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ആ ടൈൽ ലാമ്പൊക്കെ വന്നത് നമ്മുടെ റോയൽ എൻഫീൽഡുമായിട്ടൊക്കെ ഒരുപാട് സിമിലാരിറ്റിയുള്ള ടൈൽ ലാമ്പ്. പിന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ്, അതൊന്നും പറയാനില്ല. പിന്നെ അതേപോലെ ഈ പറഞ്ഞ ഒരു നമ്മൾ ടച്ച് ചെയ്യുന്ന ടച്ച് പോയിന്റ്സ് എല്ലാം നീറ്റ്ലി ലെയ്ഡ് ഔട്ട്. പക്ഷെ ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതിന്റെ ഗോപ്രോ വീഡിയോ കണ്ടതറിയാം, ഹോൺ അടിക്കാൻ നോക്കുമ്പോഴൊന്നും ഹോൺ കിട്ടുന്നില്ല, അന്നേരം വേറെ എവിടെയും പോയി ഞെക്കും. ഞാൻ യൂഷ്വലി വളരെ കുറച്ച് ഹോൺ അടിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഞാൻ പോകുന്ന വഴിയിലെല്ലാം ഹോൺ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇടുന്നതെല്ലാം ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററാണ്. പക്ഷെ ഞാൻ ഞെക്കുന്നത് പകരം ഞാൻ അധികം ഹോൺ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എല്ലാ ജംഗ്ഷനിലും എത്തുമ്പോൾ ഞാൻ ഹോൺ അടിക്കും. പിന്നെയാണ് ഞാൻ നോക്കുക ലെഫ്റ്റും റൈറ്റും താഴെയാണല്ലോ. ആ ഒരു കർസർ വെച്ചിരിക്കുന്നതിന്റെ ഒരു ഓടായിട്ടുള്ള ഒരു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളതിപ്പം കഴിഞ്ഞാൽ ഓക്കെ മാത്രമായിരിക്കും. ഷോർട്ട് റൈഡ് പോയതുകൊണ്ട് നമുക്ക് തോന്നുമായിരിക്കും. പിന്നെ എൻജിൻ വൈസ് നോക്കുമ്പം ഇനീഷ്യൽ ടോർക്ക് ഇസ് റിയലി ഗുഡ്. എനിക്കൊന്ന് സിറ്റിയിൽ വളരെ ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. പെട്ടെന്ന് എടുത്ത് മാനുവർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ മിഡ് റേഞ്ച് ടോർക്കിൽ കുറച്ചുകൂടെ ഒരു പഞ്ച് മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മിഡ് റേഞ്ചിൽ ഒരു ചെറിയൊരു പമ്പൽ കാണിക്കുന്നത്. അതെ. പക്ഷെ അത് എല്ലാവർക്കും അത് തോന്നില്ലായിരിക്കും. മേ ബി ആയിരിക്കും. നമ്മൾ അത്രയും സ്ക്വീസായിട്ട് ചെയ്യുന്നുണ്ട് അവർ തോന്നുന്നതായിരിക്കും. മേ ബി. പിന്നെ നോർമലി ഇതിൽ വരാവുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം റീസെൻ്റ്ലി ഒന്നിച്ചിറങ്ങിയിരിക്കുന്ന റോയൽ എൻഫീൽഡ് മീറ്റിയോറാണ്. അപ്പം മീറ്റിയോറും ഈ ഒരു വണ്ടിയും തമ്മിൽ ഹൈനസും തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കും ഇതിൽ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്നൊരു ചോദ്യം വരാനുള്ളത്. ഞാൻ മീറ്റിയോർ ഓടിച്ചിട്ടില്ല. ഐ എം നോട്ട് ഡൂയിങ് എ കമ്പാരിസൺ. കാരണം ഇതിലൊരു കമ്പാരിസണിൻ്റെ സ്കോപ്പ് ഇല്ല. പക്ഷേ ഇത് രണ്ടും രണ്ട് ക്യാരക്ടറുള്ള ബൈക്സാണ്. കാഴ്ചയിൽ ഇപ്പോൾ ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ക്രൂസർ എക്കണോമിക്സ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് റൈഡിംഗ് പൊസിഷനാണ്. അപ്രൈറ്റ് ആണ്, ഫ്ലാറ്റ് ആണ്, പക്ഷെ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് കംഫർട്ടബിൾ, വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ പില്ലൻ റൈഡർ വെച്ച് നോക്കിയിട്ടില്ല. അത് നമുക്കൊരു എന്താ പറയുക ഒരു ഡീറ്റെയിൽഡ് ടെസ്റ്റ് റൈഡ് ചെയ്യേണ്ടി വരും, ഒരു ലോങ് റൈഡ് ചെയ്യേണ്ടി വരും അലോങ് വിത്ത് മീറ്റിയോർ ഇഫ് പോസിബിൾ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറെ കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് പ്രീവിയസ്ലി ഞാൻ യൂസ് ചെയ്ത ബൈക്കിൻ്റെ കമ്പാരിസൺ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വണ്ടി കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഒന്നാമത് ഞാൻ 6'1", അതിൻ്റെ ആവാം, അല്ലെങ്കിൽ ബോണി കുറച്ചുകൂടെ വലുതും ഹെവിയും കൂടെ ആയതുകൊണ്ടും ആവാം. എന്നെ സംബന്ധിച്ചുള്ള അത് ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഞാനൊരു പില്ലിനെ കൂടെ വെക്കുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ സീറ്റ് ഒരു ഷോർട്ട് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ റൈഡർ സീറ്റ് വളരെ കംഫർട്ടബിൾ ആണ്. റൈഡർ സീറ്റ് ഒന്നും പറയാം. പിന്നെ എൻജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കുമ്പം ടോക്ക് ഗുഡ് ഇനഫ് ഫോർ സിറ്റി ആൻഡ് ഹൈവേസ്, ഫാന്റാസ്റ്റിക്, കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടോ, ഞാനെന്ന് വെച്ചാൽ ഈ ഹോണ്ട ഈ വണ്ടിയുടെ ഒരു ടീസർ പോലും വെളിയിൽ വിടുന്നതിന് മുമ്പ് ഞങ്ങൾ മീഡിയയിലുള്ള ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു തന്നു. ഗിഫ്റ്റ് അയച്ചെന്ന് വെച്ചാൽ ഒരു ബോക്സാണ്, അതിലൊരു വയർലെസ് ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു, ഒരു ഹെഡ്സെറ്റ്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ഒരു സൗണ്ട്, ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വിത്ത് 8D എഫക്റ്റ് സറൗണ്ടെല്ലാം വെച്ചിട്ട്. Get ready for the roar of the highness. അതൊരു സിംഗിൾ സിലിണ്ടർ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ സൗണ്ട്, അതിങ്ങനെ സറൗണ്ടിൽ കേൾക്കാം, 8D കേൾക്കാം. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഇന്ത്യക്കാരുടെ എപ്പോഴും വണ്ടി ആവറേജ് ആയാലും ഒരു സൗണ്ട് കേട്ടാൽ മതി എന്നുള്ള ഒരു ചിന്ത എനിക്കൊന്ന് അവർക്കുണ്ടാവും. അത് വെച്ചിട്ട് പുതിയൊരു വികാരം ഉണർത്തിവിടാനുള്ള ശ്രമമായിരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നു. അതായത് പുതിയ ബുള്ളറ്റ് പോരാ, പഴയ ബുള്ളറ്റാണ് നല്ലത് അങ്ങനെ ഒരു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആയ കാസ്റ്റ് അയൺ സിലിണ്ടർ ബ്ലോക്ക് എന്ന് വരുന്ന ശബ്ദമാണത്. അതെ, അതിപ്പോ കിട്ടണമെന്ന് പറഞ്ഞാൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞത് അലോയ് വെച്ചിട്ട് പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർലി പുറകിലേക്ക് പോകണം, ടെക്നോളജി വൈസും എൻഫീൽഡ് പുതിയ ടെക്നോളജി ആയിട്ട് വന്നല്ല ഞാൻ പറയുന്നത്. അല്ല, എൻഫീൽഡ് പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അവരുടെ എക്സിസ്റ്റിംഗ് ലെവലിൽ നോക്കുമ്പോൾ പുതിയൊരു ടെക്നോളജി ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഹോണ്ട എന്ന് പറയുമ്പോൾ ഒരു ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ, അവരുടെ റിഫൈൻമെൻറ്റ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലെ ഒരുപാട് ഇന്നോവേഷൻസ് എല്ലാം കൂടെ വരുമ്പം
നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി. സൗണ്ട് ബ്യൂട്ടിഫുൾ ആണ്. അത് ചെറിയ പോപ്പ് ആൻഡ് ബാങ് ഒക്കെ ഉണ്ട്. ഉണ്ട് ചെറുതായിട്ടുണ്ട്. അത് നമ്മളെ ടണലിനകത്ത് ഒന്ന് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ അത് ഇതിൽ ബാഫിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ മനോഹരമായിട്ട് കിട്ടിയാലും. പക്ഷേ MBD പോലീസ് ക്ലിപ്പ് ഇടും. അതെ. അപ്പോൾ അങ്ങനെയുള്ള കുൽസിത പ്രവർത്തികൾ നമുക്ക് ചെയ്യണം. അല്ല, സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇനീഷ്യൽ ടോർക്ക്, നല്ല മാനുവറബിലിറ്റിയാണ്. ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. മിഡ് റേഞ്ച് ടോർക്ക് അത് ചിലപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങൾ പറഞ്ഞ പോലെ മേ ബി അല്ല, എനിക്കും ഇടയ്ക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഒന്ന് സ്ക്വീസ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പം അത് നമ്മൾ ആവശ്യപ്പെടുന്നത് കിട്ടുന്നില്ല എന്നൊരു തോന്നുന്നുണ്ട്. അതൊരു വണ്ടിയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ ട്യൂണിങ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ വളരെ ഡെയിലി സിറ്റി യൂസ് ഫോക്കസ് ചെയ്തിട്ടാണ്. അതെ, ഒരു ഇക്കോ മോഡ് ഉണ്ട് അതിൽ കണ്ടിരുന്നു. നമ്മൾ ഡീസൽ ചെയ്യുമ്പോൾ ഒരു ഇക്കോ മോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എത്ര വലിയ നമ്മുടെ ട്രയംഫിൻ്റെ റോക്കറ്റ് 3 കൊണ്ടുവന്നാലും ചോദിക്കുക എത്ര മൈലേജ് കിട്ടും ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു 350 ബൈക്കാണെങ്കിൽ ഓഫ് കോഴ്സ് ചോദിച്ചിരിക്കും. അപ്പോൾ രണ്ടുപേരുടെ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം കേട്ടു. സംഗതി കൊള്ളാം. വണ്ടി ഞാനും ഓടിച്ചിട്ട് നോക്കിയിരിക്കുക. വണ്ടി നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുന്നത് 1.85 ആണ് എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 2.09. മീറ്റിയോറിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരും. അതെ, മീറ്റിയോർ ഇതോട്ട് വലിയ വ്യത്യാസം വരുന്നില്ല. പ്രൈസ് വരുന്നത് ഒരു കമ്പറ്റേറ്റീവ് പ്രൈസിലാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ആസ് എ ട്രയംഫ് ബോൺവിൽ ഓണർ, വിൽ യു ബൈ ദിസ് ബൈക്ക്, ദിസ് ഹൈനസ് CB350? എനിക്ക് ബൈക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഹോണ്ടയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു ജാപ്പനീസ് ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഒരു വണ്ടി നമുക്ക് എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ 1995 ചിന്തിക്കുകയാണ്, 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ചിന്തിക്കുകയാണ്. നമ്മുടെയൊക്കെ ബെഡ്റൂം വോളിൽ ഉണ്ടായിരുന്ന CB750, പഴയ അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇതൊരു 400cc ട്വിൻ സിലിണ്ടർ ആക്കി ഇറക്കിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗോൺ ഫോർ ദിസ് ബൈക്ക്. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് CB500, എനിക്കൊന്ന് റിബൽ 500 വരുന്നുണ്ട്. പക്ഷേ റിബലിൻ്റെ ആ ഷേപ്പ് എനിക്കും അത്ര താല്പര്യമില്ല. അതൊരു CB500 എന്നുള്ളൊരു ലേബലിൽ വരാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് സിമിലർ പ്ലാറ്റ്ഫോം വരും. മോഡേൺ റെട്രോ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി കണ്ണടച്ചിടും. അതെ. അപ്പോൾ ഹോണ്ട ഹൈനസ് എന്നുള്ളൊരു ബൈക്കിനെ പറ്റിയുള്ള നമ്മുടെ വിലയിരുത്തൽ, റോഡീസ് ഗരാജിൻ്റെ വിലയിരുത്തൽ ഇതാണ്. ഞാൻ ജുബിൻ ജേക്കബ്, ഇത് എൻ്റെ സുഹൃത്ത് ബുനുവൽ. ഇദ്ദേഹം ഒരു ട്രയംഫ് ബോൺവിൽ ഉടമയാണ്. ഞാൻ ഏതൊക്കെയോ ബൈക്കിൻ്റെ ഉടമയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക, തെറി വിളിക്കേണ്ടവർ കമൻറ്റിൽ വരിക. അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.